ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് അലോവേര വെച്ചിട്ട് എങ്ങനെ അലോവേര ജെൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ അലോവേര എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അലോവേര. നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഇത് നല്ലൊരു മോയ്സ്ചറൈസർ, നമ്മുടെ നാച്ചുറലായിട്ടുള്ള മോയ്സ്ചറൈസറാണ് അലോവേര ജെൽ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുമ്പോഴും നമുക്കതിൽ അലോവേര ജെൽ അടിയുന്നത് നല്ലതാണ്. നമ്മുടെ ഹെയറിനാണെങ്കിൽ കൂടി നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് അലോവേര ജെൽ അപ്ലൈ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സ്കിൻ ഇറിറ്റേഷൻ, അലർജീസ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും അലോവേര ജെൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പുറത്തുനിന്ന് അലോവേര ജെൽ മേടിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഒരു 6 മാസം 1 ഇയറൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അലോവേര ജെൽ എങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അലോവേരയുടെ ലീഫ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ ലീഫ് കട്ട് ചെയ്തെടുക്കുക, അതാകുമ്പോൾ കൂടുതൽ ജെല്ലുണ്ടാകും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലുള്ള ഈ മഞ്ഞ കളറ് ഒരു റെസിനുണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് കളയണം, നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെച്ച് ആ യെല്ലോ ഫുൾ കളയുവാണ്. കാരണം അത് നമ്മുടെ ജെല്ലിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷനും ചെറിയ രീതിയിൽ പിന്നെ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ യെല്ലോ കളർ ആ ലിക്വിഡ് നന്നായിട്ട് കളഞ്ഞ് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ലീഫും ഇതുപോലെ വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് അലോവേര ജെൽ മേടിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ബോട്ടിൽ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ട്യൂബായിട്ട് മേടിക്കുമ്പോഴൊക്കെ 70 രൂപ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതുപോലെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം വേറൊരു പ്രശ്നം കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല എന്നറിയാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേര ആണല്ലോ, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവാകുന്നില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, ക്യാഷ് ചിലവാകുന്നില്ല. ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ 6 മാസമോ ഒക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ അലോവേര ഉള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നതാട്ടോ എളുപ്പം. നിങ്ങൾക്ക് ഹെയറിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എപ്പോഴും ഈ പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിതിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്, എനിക്ക് എന്താണെങ്കിലും അലോവേര ജെൽ ആവശ്യമുണ്ട്. എനിക്കിപ്പോൾ ഞാൻ എന്ത് ഫേസ് പാക്കോ എന്ത് ഫേസ് ക്രീമോ ഉണ്ടാക്കുകയാണെങ്കിലും അലോവേര ജെൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അലോവേര ജെൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും അലോവേര ജെൽ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ഒരുപാട് ജെല്ലായിട്ട് ഇങ്ങനെ നല്ല ജെല്ലായിട്ട് നമ്മുടെ ലീഫൊക്കെ ഇങ്ങനെ നല്ല വലിപ്പത്തിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്താണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ആകെ നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് മതി, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ആകെ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ലീഫ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ ഒരു 8 ലീഫ് ഉണ്ടായിരുന്നു, അതിന് ഇത്രയും ജെല്ലാണ് അതിൽ നിന്ന് ഞാൻ എടുത്തത്, ഫ്ലഷ് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ മിക്സി ജാറിലാണെങ്കിലും ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫിൽറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ മേളിലുള്ള ഈ ഫോമായിട്ട് ഇങ്ങനെ പതഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അതങ്ങ് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ചിങ്ങനെ കട്ട പിടിച്ച കിടപ്പുണ്ടാവല്ലോ, ഇങ്ങനെ മിക്സിയിൽ ബ്ലെൻഡ് ആവാതെ കിടക്കുന്നതൊക്കെ ഒന്ന് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് നിങ്ങൾ മേക്കപ്പ് റിമൂവറായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ മേക്കപ്പ് റിമൂവർ എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് സ്പ്രേയോ സെപ്പറേറ്റ് ലിക്വിഡായിട്ടോ ഒന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് മാത്രം മതി, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലായാലും മതി. നിങ്ങൾ അലോവേര ജെല്ല് ഇതുപോലെ ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് ഒരു ഇത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവറായി. വേറെ അതിന് വേണ്ടി സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് തിളയ്ക്കൊന്നും വേണ്ട കിടന്ന്, പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കണം. ഇതുപോലെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യും തോറും ആ പതയൊക്കെ അങ്ങോട്ട് മാറി തെളിഞ്ഞ് കിട്ടും, നമ്മുടെ അലോവേര തെളിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ തെളിഞ്ഞ് കിട്ടും. ഈ ഒരു രീതിയിലേക്ക് ഇത് മാറി കിട്ടും. ഇതിന് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. നമുക്ക് ഇതിൻ്റെ മേളിലുള്ള ഈ പതഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അത് നമ്മളൊന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ എടുത്ത് കളയുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അരിപ്പയുണ്ടല്ലോ, നമ്മുടെ സ്റ്റീലിൻ്റെ അരിപ്പ, ഇതുപോലത്തെ അരിപ്പ വെച്ചിട്ട് പയ്യെ മേളിൽ നിന്ന് എടുത്ത് കളയും. അപ്പോൾ നമ്മുടെ ജെല്ല് ഓൾറെഡി അതിൽ വലുത് കയ്യിലേക്ക് വീഴുകയും ചെയ്യും, അടുപ്പിൽ നിന്ന് വീഴുകയും കിട്ടുകയും ചെയ്യും. മേളിൽ നിന്ന് ആ പത മാത്രം അങ്ങോട്ട് എടുത്ത് കളയാലോ. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഈ ഇളക്കുന്ന സ്പൂൺ കൊണ്ട് തന്നെ പയ്യെ ഒന്നെടുത്ത് കളയാം കേട്ടോ.
അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് നട്ട് തെളിഞ്ഞ് ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ജെലാറ്റിനാണ്. ജെലാറ്റിൻ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ജെലാറ്റിനാണ്, കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജെലാറ്റിൻ പൗഡർ. അപ്പോൾ ഇത് നമുക്കൊരു 1-2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട, 1-2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് വരെ ഇതൊന്ന് ചൂടാവണം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജെലാറ്റിൻ പൗഡർ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ആ ജെല്ലായിട്ടുള്ള ആ കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെലാറ്റിൻ പൗഡർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാനില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളോ വൈറ്റമിൻ സി ക്യാപ്സൂളോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും മാത്രമേ ഉള്ളൂ. അലോവേരയും ജെലാറ്റിൻ പൗഡർ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ മാത്രം വിറ്റമിൻ സിയോ വിറ്റമിൻ ഇയോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ തന്നെ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്കിത് ഫ്രിഡ്ജിൽ 6 മാസം അതിൽ കൂടുതലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇത് പെട്ടെന്ന് തീരും കേട്ടോ. കാരണം ഞാൻ ഫേസ് പാക്കിലും ഫേസ് ക്രീമും ഇപ്പോൾ എന്തൊരു DIYക്ക് ആണെങ്കിൽ പോലും നമുക്ക് അലോവേര ജെൽ നമ്മൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് തീരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഹെയറിലേക്കും സ്കിന്നിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാനാണെങ്കിൽ പോലും ഒത്തിരി മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. ആകെ ഇത് 2 മാത്രം മതി. വൈറ്റമിൻ സിയോ വൈറ്റമിൻ ഇയോ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് 2 മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജെലാറ്റിൻ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഒരു 2 മണിക്കൂർ 1 to 2 ഹവറെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഗ്ലാസ് ജാർ ഉപയോഗിക്കാൻ നിങ്ങൾ പ്ലാസ്റ്റിക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഗ്ലാസ് ജാർ ആണെങ്കിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കൂടുതൽ നല്ലത്. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ആഴ്ചയായിട്ട് ഇതിരിക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞ പോലെ 6 മാസമൊക്കെ ഇരിക്കുകയുള്ളൂ. ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, നിങ്ങളല്ലാതെ റൂം ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെങ്കിൽ 1-2 ആഴ്ച മാത്രമേ നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ അലോവേര ജെൽ ഈസി ആയിട്ട് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും മേടിക്കണമെങ്കിൽ ഇതൊരു 500 ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെ മേടിക്കേണ്ടി വരും. ഇത്രയും കിട്ടണമെങ്കിൽ 500 ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ മേടിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഞാൻ നോക്കിയിട്ടുള്ളത് 400 രൂപയൊക്കെയാണ്. അപ്പോൾ 400 രൂപയൊന്നും മുടക്കാതെ ഈസി ആയിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.